ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. എങ്ങനെയാണ് ഈ ഷേപ്പിലുള്ള ആൽഫബറ്റ് ഈ ഷേപ്പിലുള്ള ഈ ഒരു ഭാഗത്തിന് നമ്മൾ എങ്ങനെയാണ് വോളിയം അഥവാ വ്യാപ്തം കണ്ടുപിടിക്കുക എന്നാണ് പറയാൻ പോകുന്നത്. അതായത് ഇതൊരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ ചതുരത്തിൻ്റെ ഷേപ്പിലോ ബോക്സിൻ്റെ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ഒന്നുമല്ല കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവരിനൊക്കെ ആദ്യം അങ്ങനെ ഒരു പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റണം, മുറിച്ചെടുക്കണം. നമുക്കറിയാം ഇങ്ങനെ ഒരു മുറിച്ച് കഴിഞ്ഞാൽ 1 2 3 4 ബോക്സായി കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം അതാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. അപ്പോൾ മുറിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായാലും അതിൻ്റെ ഈ ഒരു ഭാഗം കുറഞ്ഞു പോയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ കുറയാത്ത ഭാഗത്തിൻ്റെ അളവ് ഇവിടെ 20 ആണ്. അതായത് ലെങ്ത്ത്, നീളം കൂടി ഇതിനെ ലെങ്ത്തായിട്ട് എടുക്കും. ലെങ്ത്ത് 20 ആണെന്ന് നമുക്കറിയാം. വിഡ്ത്ത് അഥവാ വീതി അല്ലെങ്കിൽ ബ്രെഡ്ത്ത് നോക്കുമ്പോൾ ഇത് കുറഞ്ഞിക്കല്ലേ. അപ്പോൾ അത് എത്രയെന്ന് അറിയണമെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ ആകെ 12 ആണുള്ളത്. ഈ 12ൽ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ 8 അല്ലേ. ഈ ഭാഗം 8 ആണെങ്കിൽ ഈ ഭാഗവും 8 തന്നെയല്ലേ. ഇതും സെയിം അല്ലേ, ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ ഇത് 8 ആയതുകൊണ്ട് ഇതും 8 ആണ്. ഇത് ടോട്ടൽ 12 അല്ലേ. 12ൽ നിന്ന് 8 ഭാഗം കുറച്ച് കഴിഞ്ഞാൽ 4 ഇതിൻ്റെ വീതിന്ന് കിട്ടും. ഓക്കെ, 4 സെൻറ്റിമീറ്റർ. പിന്നെ ഉയരം, ഹൈറ്റ് എന്ന് പറയുമ്പോൾ താഴത്തു നിന്ന് മുകളിലേക്ക് വരയ്ക്കുന്നതാണ് ശരിക്കും ഹൈറ്റ്. നമ്മളിവിടെ നോക്കി താഴത്തു നിന്ന് മുകളിലേക്ക് പോകുന്ന ഒരളവ് ഇവിടെ തന്നിട്ടുണ്ട്, 2 ഉണ്ടോ. ഇതാണ് ഹൈറ്റ്. ഇതെല്ലാത്തിൻ്റെയും ഹൈറ്റ് 2 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഹൈറ്റ് 2 ആണ് എന്ന് കിട്ടി. അപ്പോൾ 20 × 4 എന്ന് പറഞ്ഞാൽ 80 വരിക. 80 × 2 എന്ന് പറഞ്ഞാൽ 160 വരും. ഫസ്റ്റ് പീസിൻ്റെത് 100, അതായത് ഈ വലിയ പീസിൻ്റെത് 160 ഘന സെൻറ്റിമീറ്റർ അഥവാ ഘന എന്ന് ഞാൻ എഴുതി തരാം. ഘന സെൻറ്റിമീറ്റർ അഥവാ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ക്യൂബിക് എന്നാണ് പറയട്ടെ. ക്യൂബിക് എന്ന് എഴുതുമ്പോൾ പിന്നെ 3യുടെ ആവശ്യമില്ല. ക്യൂബിക് എന്ന് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ക്യൂബിക്കിൻ്റെ കൂടെ സെൻറ്റിമീറ്റർ എന്ന് മാത്രം എഴുതിയാൽ മതി. അതായത് ഇങ്ങനെ ക്യൂബിക് സെൻറ്റിമീറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ cm3 നേരത്തെ മിസ് എഴുതിയില്ലേ, ഇങ്ങനെ എഴുതിയാലും മതി. ആൻസർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ 160 എന്ന് കിട്ടി. ഇനി കാൽക്കുലേഷൻസ് മാത്രം അവിടെ കാണിച്ചിട്ട് ആൻസർ ഞാൻ വേറെ കാണിച്ചു തരാം. രണ്ടാമത് ഈ ഒരു പീസ് നമുക്ക് നോക്കാം. ഈ ഒരു പീസും സെയിം അല്ലേ. ഇതിനിവിടെ 8 ആണ് എന്നിട്ടുള്ളത്, ഇവിടെ 8 അല്ലേ. അപ്പോൾ രണ്ടിൻ്റെയും ലെങ്ത്ത് ഈ ഒരു പീസും സെയിം അല്ലേ, ഒരേ വലുപ്പമല്ലേ. അപ്പോൾ ഒന്നിൻ്റെ കണ്ടിട്ട് 2 നമ്പർ റിപ്പീറ്റ് ചെയ്ത് കൂട്ടിയാൽ മതി. അതായത് 8 × ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയെന്ന് അറിയണം. അവിടെ എത്രയാണ് തന്നിട്ടുള്ളത്, ഇവിടെ തന്നിട്ടുണ്ട്, അത് 4 ആണ്. അപ്പോൾ ഇവിടെ 4 തന്നെ ആവില്ല, സെയിം അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് 4 ആണ്, അതും 4 ആണ്. പിന്നെ ഈ ബോക്സിലേക്ക് നോക്കിയാൽ എല്ലാം കിട്ടും. 8 4 2 8 × 4 × 2 8 × 4 32. 32 × 2 എന്ന് പറയുമ്പോൾ 64 വരും. ഓക്കെ, അപ്പോൾ 64 വരും. നേരത്തെ കിട്ടിയത് 160 ആയിരുന്നു, ഇപ്പോൾ കിട്ടിയത് 64. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പീസാണ് 64, ഇതേ വലിപ്പമല്ലേ ഇതും. അപ്പോൾ വേറൊരു 64. പിന്നെ ഇനി ഈ ഒരു പീസിൻ്റെ നീളവും വീതിയും, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും 4 ആണ് തന്നിട്ടുണ്ട്. ഹൈറ്റ് നമുക്ക് ഇവിടെ അറിയാമല്ലോ 2 ആണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു 2 ആണ് മറ്റേതിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ 4 × 4 എന്ന് പറഞ്ഞാൽ 16. 4 × 4 16. 16 × 2 32. 2 എവിടെ നിന്നാണ് വന്നത്, ഇതാണ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഹൈറ്റ്. അപ്പോൾ നമുക്കിപ്പോൾ അത് 32 കിട്ടി. 32ഉം കൂടിയിട്ട് ഇവരെല്ലാവരുടെയും കൂടി പ്ലസ് ചെയ്യുക, ആഡ് ചെയ്താൽ അത് ഇതിൻ്റെ ടോട്ടൽ വോളിയം അഥവാ ടോട്ടൽ വ്യാപ്തം കിട്ടും. ഇതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്.
ആദ്യം കണ്ടുപിടിച്ച 160, രണ്ടാമത് കണ്ടുപിടിച്ചത് 64 അല്ലേ, 264കൾ. ആ 64 കൂടി കൂട്ടിയപ്പോഴാണ് 128 കിട്ടിയിട്ടുള്ളത്. പിന്നെ 32 എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ആ ചെറിയ പീസിൻ്റെ എല്ലാം കൂടി ടോട്ടൽ ചെയ്തപ്പോൾ 320 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത്. ഇതേപോലെയാണ് എച്ചിൻ്റെതും ചെയ്യുക, പറഞ്ഞുതരാം. ഈ എച്ച് ഷേപ്പുള്ളത് ചെയ്യുന്ന സമയത്ത് മുറിക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് 3 പീസാക്കിയിട്ട് കിട്ടും. ഇവിടെ ഒരു കാര്യം മാത്രമേ നോക്കാനുള്ളൂ. ഇത് വീതി ഇതേ വീതിയാണ് ഇതിനുണ്ടാവുക. പിന്നെ നീളം അവിടെ തന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഇതേ സെയിം നീളമായിരിക്കും ഇത്. ഉയരം ഇവിടെ തന്നിട്ടുണ്ട്, അപ്പോൾ ഇതിൻ്റെ ഉയരം സെയിം ആയിരിക്കും. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ.